ഏയ് ഇയാൾ മൂടോട്ടമുണ്ടോ സാരില്ല, അവള് ഇവിടെ തന്നെ കാണുമല്ലോ. ഞങ്ങൾ തന്നെ ബ്രോയ്ക്ക് അവളെ കാണിച്ചു തരാം. താങ്ക്സ് ബ്രോ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഒന്ന് വേഗം പോ. ഒന്ന് നിന്നേ. ഈ വിഷ്ണുവേട്ടൻ ഇതെന്താ? ഇയാള് നമ്പർ അറിയാതെ പോയി ഞാൻ എങ്ങനെ ഇയാളെ കോണ്ടാക്ട് ചെയ്യാ? ഞാനത് മറന്നു. ബെസ്റ്റ്. ഇയാളെ നമ്പർ പറഞ്ഞു ഡയൽ ചെയ്തോ. കോള് വരും. അതന്നെ നമ്പർ. താങ്ക്സ് ബ്രോ. നമ്പർ ഞാൻ സേവ് ചെയ്തോളാം. അപ്പോഴേ ഇയാള് ധൈര്യമായിട്ട് അങ്ങ് പോയിക്കോ. അവിടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ഈ നാട്ടിലുള്ള സുസ്മിതമാരെ മൊത്തം നമുക്ക് അങ്ങോട്ട് തപ്പാം. നമുക്ക് കണ്ടുപിടിക്കാടോ. ശരി ബ്രോ. ശരി. അങ്ങനെ അതിനൊരു തീരുമാനമായി. അതെ, ഈ വീട്ടിലെ ഒരു സുസ്മിതയുണ്ട്. അവളെ പോലും അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇയാൾ എങ്ങനെയാ ഈ നാട്ടിലുള്ള സുസ്മിതമാരെ മൊത്തം കാണിച്ചു കൊടുക്കാൻ പോകുന്നു? അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഇയാൾ കണ്ടോ? ഇപ്പൊ പോയതുണ്ടല്ലോ, അതെനിക്കൊരു വാശിയായിട്ടിരിക്കുക. ഇത്രയും വലിയൊരു തേപ്പുകാരി എനിക്കൊന്ന് നേരിട്ട് കാണണല്ലോ. ആരടാ അവള്? അമ്മേ. ആ മോളെ. അമ്മ എന്താ പതിവില്ലാതെ ഈ സമയത്ത്? വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ മോളെ. കാര്യം പറയമ്മേ, ഞാൻ ഇവിടെ ഇത്തിരി തിരക്കില്ല. അപ്പം അടുക്കളയിലെ ജോലിയൊന്നും കഴിഞ്ഞില്ലേ? ഇവിടത്തേക്കല്ലമ്മേ, നാളെ വിഷു അല്ലേ. വീട്ടില് ഭക്ഷണമൊന്നും വെക്കാതെ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. വീട്ടിലെ പെണ്ണുങ്ങൾക്കും അപ്പൊ ടിവിയും കണ്ട് കഥയും പറഞ്ഞിരിക്കാലോ. അത് നമ്മുടെ മെസ്സിനൊരു അനുഗ്രഹമായി. ഓർഡർ എത്രയാ കിട്ടിയിരിക്കുന്നറിയോ? അല്ലപ്പം നാളെ വിഷുവിന് നമ്മളൊരു കൊയ്ത്ത് തന്നെ നടത്തുവമ്മേ. കാശ് എത്രയാ വന്ന് വീഴുന്നെന്നറിയോ? അപ്പൊ മോളെ പുറത്തേക്കൊന്നും പോവാൻ? രാജീവ് സാറിന് അവധിയാ. പക്ഷെ സാറിനേക്കാളും തിരക്കിപ്പോ എനിക്കാ. നിന്നെതിരെ സമയമില്ല. നാളത്തെ കാര്യമൊന്നും പറയണ്ട. അല്ല, അമ്മ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല? ഒന്നുമില്ല. നീ നല്ല തിരക്കിലല്ലേ. ഞാൻ ഒരു തിരക്കും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. നീ വച്ചോ. ഇന്ന് ഫോൺ വെച്ചോട്ടെ അമ്മേ. അയ്യോ, അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പ കരിവടായിട്ടുണ്ടാവും. ശരി. കണ്ണു തുറക്കല്ലേ. ഞാൻ കൈവിടുവാണേ. പറഞ്ഞിട്ടേ കണ്ണു തുറക്കാവൂ. തുറന്നോ. കൃഷ്ണ, കാത്തോളണേ. എന്താടി സംഭവം? സർപ്രൈസ് ആന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തിട്ട് നിക്ക്. ഇത്തവണേ ശാരദാമ്മ മക്കൾക്കല്ല, മക്കള് ശാരദാമ്മയ്ക്കാ കൈനീട്ടം കൊടുക്കുന്നത്. അതെ. അയ്യോ, അതെങ്ങനെയാ? സാരമില്ല ശാരദാമ്മേ, കുടുംബത്തിലേക്ക് 2 അതിഥികൾ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ.
ഒരു ചേഞ്ച് ആയിക്കോട്ടെന്നേ. പിന്നെ ശാരദാമ്മ കൊണ്ട് നീങ്ങിന്നേ. നിക്കമ്മേ. നീങ്ങി നിക്കമ്മേ അങ്ങോട്ട്. വാങ്ങിക്കമ്മേ. ഇതാ അമ്മ എന്താ കരുതിയത്? വല്യേച്ചിയും കുഞ്ഞേച്ചിയൊക്കെ പോയതിനു ശേഷം ശാരദമ്മയുടെ ബാങ്കിൽ നിക്ഷേപമൊന്നും നടക്കുന്നില്ലെന്നാണോ? ഓ എന്തായാലും അമ്മയ്ക്ക് സന്തോഷായി മക്കളെ. ഇതിലും വലിയൊരു കണിയും കൈനീട്ടവും എവിടുന്ന് കിട്ടാനാ ശാരദയ്ക്ക്? പിന്നെ ഈ ശ്യാമി ഒറ്റയ്ക്കായി പോയോന്നൊരു കുഞ്ഞു വിഷമുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്കേ അടുത്ത വിഷയം വിളിക്കും, നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താം. അല്ലേ രാജീവ് സാറേ? ആ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കും. കോളേജിൽ നല്ല പയ്യന്മാരൊക്കെ ഉണ്ട്. നല്ല ലെക്ചേഴ്സും ഉണ്ട്. എന്നിട്ടും എന്റെ വല്യേച്ചിക്ക് സാറിന് മാത്രമാണല്ലോ കിട്ടിയത്. കാന്താരി നീയാണ് കൊള്ളാലോ. മൂത്തവരോടും മാഷുമാരോടും തറുതല പറയാ. തമാശയല്ലേ അമ്മേ? രാജീവ് സാർ ഇപ്പൊ അവളുടെ അധ്യാപകൻ മാത്രമല്ലല്ലോ, ഏട്ടൻ കൂടിയല്ലേ. അമ്മ വന്നേ, നമുക്ക് ഈ വേഷമൊക്കെ മാറാം. വാ വാ വാ. അല്ല അപ്പൊ ഇവരൊക്കെ ശാരദാമ്മ പേടിക്കണ്ട. ഇവിടുന്ന് കുടുംബശ്രീയിലെ വിഷു സ്പെഷ്യൽ അടക്കമുള്ള വിഭവങ്ങൾ കൂട്ടി വിശദമായിട്ട് ഉണ്ട് കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾ വിരിയുന്നുള്ളൂ. വാ അമ്മേ. വാ വാ. പാടി. ഇതും അതുപോലെ അങ്ങ് ചെയ്താ പോരെ. ഇത് നീ എന്തായി കഴിഞ്ഞില്ലേ? ആ ഇപ്പൊ കഴിയും. ഇതും കഴിയണോ അമ്മേ? അതെ, ഞാൻ അവിടെ ഒന്ന് നോക്കിട്ട് വരാം. ഇവിടെ എന്തായി? ഇവിടെ ഓക്കെ അല്ലേ? ഞാൻ അവിടെ എല്ലായിടത്തും എന്റെ കണ്ണു വേണല്ലോ. അയ്യോ, ഇയാള് വീണ്ടും മസാല ദോശ ഉണ്ടാക്കുക. തമാശ പറയാൻ നിക്കണ്ട, ഇതൊന്ന് റെഡി ആയിക്കോട്ടെ. എന്താ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള പരീക്ഷണം വല്ലത് വേണോ? എന്റെ പൊന്നെ വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഉറപ്പാ? ആ, എന്നാ പോ. അവിടെ കഷ്ണം മുറുക്കി കൂടെ. ഇവിടെ എന്താ ഇതിങ്ങനെയല്ല, റൗണ്ട് ഷേപ്പ് വേണം. അല്ല, ഇവിടെ നാളികേരം കൊണ്ടുപോയാ? അല്ല, ഇത് കൊള്ളാം. എന്റെ ഭാര്യയുടെ നാവുമല്ല, നല്ല മൂർച്ച. എന്റെ അമ്മേ. എന്തായി സാറേ, കഴിഞ്ഞില്ലേ? നോക്ക്, കാലിൽ എനിക്ക് അടുക്കള ജോലിയൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞേ. കണ്ടാ എന്താ സാറേ ഇത്? ചകചകാന്നായിട്ടില്ലേ? കണ്ടോ അമ്മ ഇത്? എന്താടി? സാമ്പാറിനിടാനുള്ള മുരിങ്ങക്കോല അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? വെണ്ടയ്ക്ക് അരിയുന്നത് പോലെ. സാരമില്ല മോളെ, സാറിന് അറിയാഞ്ഞിട്ടല്ലേ. മുരിങ്ങതേ വേറെ ഇരിപ്പുണ്ടല്ലോ, മോൾ അതെടുത്ത് മുറിച്ചു വെക്കേ. അമ്മേ, അല്ലെ ആ അതാ വരുന്നു. ഇങ്ങനല്ലേ ചകചകാന്ന് അറിയുന്നേ? അതെ, ഇനി ഞാൻ ചെയ്തോളാം. താഴോട്ട് ഞാൻ തന്നെ ചെയ്താ മതിയായിരുന്നു. അതെ, ഞാൻ അറിയാന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊന്നും അറിയില്ലല്ലേ. ഇപ്പൊ സാമ്പാറിലിടാനുള്ള പച്ചക്കറിക്കല്ല ഒരേ ഒരു പൊല്ലി. ഈ തക്കാളി ഇത് കത്തി അറിയാൻ വേണ്ടിട്ടേ. ഈ രാജീവ് സാർ എന്താ കാണിക്കുന്നേ? അല്ല, ഇതിപ്പോ സാമ്പാറിലുള്ളത്. അതെ സാറേ, അതവിടെ വച്ചേക്ക് സാറേ. സൂക്ഷിച്ചു നോക്കിയാ കടലും കരയും കാണാനേ അത് ഗ്ലോബ് അല്ല, തക്കാളിയാ. ഓ
തമാശ. അരി അരി അവിടെ കത്തിരിപ്പുണ്ട്, പോയി അരി. ആ അതെ, ഞാൻ ഈ ഇലയൊക്കെ കഴിയിട്ട് ശരി. അത് വേണ്ട, പടവലം വേണ്ട. ഓക്കെ, കത്തിയും കിടത്ത ഞാൻ അരി. വേണ്ട വേണ്ട. ഞാൻ ഈ ഇലയൊന്ന് കഴിയിട്ട് വരാം. ഏതാ കഴിയിട്ട് വരാന്ന്. വിഷ്ണു. ആ അപ്പൊ ഇനി രാത്രി യാത്രയില്ലമ്മേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ശരി മോനെ. അപ്പൊ രാജേഷ് സാറാ പറഞ്ഞ പോലെ അപ്പൊ എല്ലാരോടും ഹാപ്പി വിഷു. അമ്മേ. ശരി പോട്ടെ. ശരി സാറേ. എന്നാ പിന്നെ ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ അമ്മ. അമ്മേ. ചേച്ചി പറയുന്നതേ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ഈ പാമ്പിന് ശാരദാമ്മയുടെ അടുത്ത് എങ്ങനെ എത്തിക്കും? ഒരു കരിമൂർഖനെ സംഘടിപ്പിക്കാന്നുണ്ടെങ്കിൽ അതിനെ ഒരിടത്ത് എത്തിക്കാനാണോ ബുദ്ധിമുട്ട്? അതിനെ ശാരദയുടെ അടുത്ത് എത്തിക്കേണ്ടത് നീയാ. ഞാനോ? അതേ ബാലചന്ദ്ര. ഒരു ക്രൈം ചെയ്യുമ്പോ മറ്റാരെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ അയാളെ കൂടി പങ്കാളിയാക്കുന്നതാ ചെയ്യുന്ന ആളുടെ സേഫ്. നാളെ അയാൾക്കത് പുറത്തു പറയാനാവില്ലല്ലോ. എന്നെ കൂടെ പെടുത്തുവാണല്ലേ ചേച്ചി? അങ്ങനെ നീ കരുതണ്ട. ഞാൻ പെട്ടാ നീയും പെടുമെന്നൊരു ജാഗ്രതയുണ്ടാവും. അപ്പൊ രഹസ്യം പുറത്തു പോവില്ല. പിന്നെ കിട്ടുന്നതിൽ നിന്നൊക്കെ കൃത്യമായൊരു വിഹിതം നിനക്കും ഉണ്ടാവും. നീ ഒരിക്കൽ പറഞ്ഞില്ലേ, എന്റെ നിഴലായി നടക്കാതെ നിനക്ക് നിന്റെ ജീവിതം സേഫ് ആക്കണോന്ന്? വേണ്ടേ? ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. എന്താ, നിന്നെ കൊണ്ട് പറ്റോ? മിടുക്കൻ. രാജേശ്വരിയുടെ ഭക്ഷണത്തിന് രുചി പോരാഞ്ഞിട്ട് ഇനി ഗോപാലകൃഷ്ണന് കയറി ചെല്ലാൻ കുടുംബശ്രീ ഹോട്ടൽ ഉണ്ടാവില്ല. വിഷം തീണ്ടി ശാരദ ചത്ത് 16 അടിയന്തരം കഴിയുമ്പോഴേക്കും
രാജേശ്വരി കഷായത്തിൽ ചേർത്ത വിഷത്തിന്റെ കഥ നാട്ടുകാരങ്ങ് മറന്നോളൂ. വിഷത്തിന് മറുമരുന്ന് വിഷം തന്നെയാ. അപ്പോ ചേച്ചിയിലെ ഉറപ്പിച്ചു. മറ്റാരും അറിയാതെ വേണം അത് ശാരദയുടെ അടുത്തെത്താൻ. പിന്നെ ശാരദയുടെ കാര്യം ആ കൂടയിലിരിക്കുന്ന കരിമൂർക്കൻ നോക്കിക്കോളും. ചാകണമെന്ന് ആഗ്രഹമില്ലെങ്കിലും നിങ്ങളിപ്പോ പോകുന്നത് കൊല്ലാനാ ശങ്കര. അന്നം കൊടുത്ത കൈ തന്നെ കൈക്ക് കൊത്തണം. അതാ ശാരദാമ്മയ്ക്ക് ചേർന്ന ചാവ്. എത്രയായി? ശാന്തേ, ഇവിടെ എത്രയായി? 48. ശാരദാമേ, ആ ശങ്കരേട്ടനോ? 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ ശങ്കരേട്ടാ. കൂപ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു ശാരദാമേ. ഇന്ന് രാവിലെയാ തിരിച്ചെത്തിയത്. ഇതെന്താ കാര്യായിട്ടെന്തോ തടഞ്ഞ കോളുണ്ടല്ലോ? കുറച്ച് പയറാ. ശിവാനന്ദന്റെ തോട്ടത്തില് വിളവെടുപ്പായിരുന്നു. കൂലിയുടെ കൂട്ടത്തിൽ കിട്ടിയതാ. വിഷമടിക്കാത്തതായതുകൊണ്ട് ഞാനിത് കുടുംബശ്രീ തരാന്ന് കരുതി. ശരി. ഇയാളെന്ത് ചെയ്യാൻ പോവാ? സാധാരണ രാത്രി എല്ലാരും എന്താ ചെയ്യാ? ഉറങ്ങാൻ പോ. ഞാനും അങ്ങനെ തന്നെയാ. അല്ല പോവല്ലേ? ഇയാൾ ഇത്ര നേരത്തെ ഉറങ്ങാൻ പോവാ? ഇന്നേ ഒരല്പം നേരത്തെ കിടക്കണം. ഇവിടെ പുര നിറഞ്ഞു നിൽക്കുന്നവളെ കെട്ടിച്ചു വിടാനേ വനമൂർത്തി ക്ഷേത്രത്തില് കാപ്പ് കിട്ടാൻ പോകുന്നത് നാളെയല്ലേ? രാവിലെ സത്യാമ്മ സുസ്മിതയും കൊണ്ട് പോവും. കിച്ചണിലെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കണ്ടേ? അല്ല അപ്പൊ ഇയാൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നു തുടങ്ങിയ? കിടന്ന അപ്പഴേ ഉറങ്ങും ഞാൻ. എന്റെ കാര്യമാണെങ്കിൽ നേരെ മറിച്ച. എനിക്കാണെങ്കിൽ ഉറക്കേ വരുന്നില്ല. അതെന്താ? ഇവിടെ കൊതുക് ശല്യമുണ്ടോ? ഇതൊരു കൊതുക് തന്നെയാണ്. ഒരു സുന്ദരി കൊതുക്.
അതിങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് തലക്കകത്തൂടി ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ പാട്ട് കേട്ടോണ്ട് എങ്ങനെയാ ഉറങ്ങ? അതെ, ശരിക്കും എന്താ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. ഓ, മുത്തുക്കം അതല്ലേ? ആ അതെ, ആ പേപ്പർ എവിടെ? അയ്യോ, പൊതിഞ്ഞൊന്നും തരണ്ട. അയ്യടാ, പൊതിഞ്ഞു തരാനായിട്ടല്ല. നേരത്തെ ഞാനിട്ട എക്സാമേ പാസ്സായിട്ടില്ല. അയ്യടാ, ഒരു പേപ്പർ 3ആയിട്ട് മുറിക്കണല്ലേ? അത് അത്ര വലിയ കാര്യമൊന്നുമല്ലേ. ആദ്യം ഇയാള് മുറിച്ച് കാണിക്കേ, എന്നിട്ട് വാ. എവിടെ പോണു? ഇവിടെ ഇരി. ഒരു ഉടായിപ്പ് എക്സാം. ഇയാൾ അത്ര വലിയ ആളാണെങ്കിലേ എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറ. എന്ത് ചോദ്യം? അതെ, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ. ആദ്യം എക്സാമിന് ഇയാൾ റെഡി ആണോന്ന് പറ. റെഡി. അതെ, ഉത്തരം തരാൻ പറ്റിയില്ല, ഞാൻ ചോദിച്ചത് തരണ്ട കേട്ടാ. ആ, പരിഗണിക്കാം. പരിഗണിച്ച പോരാ, ഉറപ്പ് കിട്ടണം. ആ ശരി ശരി, ഉറപ്പുറപ്പ്. ചോദിച്ചോ. പൊന്നോ, അയ്യോ, ശ്യാമേ, എടി ശ്യാമേ, ഈ പെണ്ണ് ഇതെവിടെ പോയി കിടക്ക? ശ്യാമേ, എന്താ അമ്മേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അരി അടുപ്പത്തിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് നീ ഇതെവിടെ പോയി കിടക്കുക? ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നമ്മേ. ആ, ഇത്രയും പെട്ടെന്ന് അരി തിളയ്ക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? മൊബൈലിൽ തോണ്ടാൻ പോയതായിരിക്കും. അതാണല്ലോ ഇപ്പൊ അത്യാവശ്യം. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? അത്താഴത്തിനൊന്നും വച്ചിട്ടില്ല ഞാൻ. ഒരു കൈ സഹായിക്കു വേണേ. അവധിയുടെ സമയത്തെങ്കിലും അടുക്കളയിൽ ഒന്ന് കേറ്. എന്താ ചെയ്യേണ്ടെന്ന് പറയും. ആ, ദേ ആ പയറെടുത്ത് ഒടിച്ചു വെക്ക്, മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ശാരദാമ്മേ, ആ, കറികൾ കുറെ ബാക്കിയാ. ആഹാ, നിനക്ക് രാജിക്കുള്ളത് എടുത്തോ. അതൊക്കെ എടുത്തു, പിന്നെ ഉണ്ട് ബാക്കി. എന്നാ പിന്നെ ഇത് തന്നെ പോരെ അമ്മേ? ആ, കണ്ടല്ലോ, അവള് പിന്നെ രക്ഷപ്പെട്ടു. ആനങ്ങാക്കള്ളി, ഒരു ജോലിയും ചെയ്യണ്ട നീ. അല്ല, എന്താ സംഭവം? അവളോട് ആ പയറൊന്ന് ഒടിച്ചു വെക്കാൻ പറഞ്ഞതാ ഞാൻ, മെഴുക്കുവരട്ടി ഉണ്ടാക്കാനേ. ഇനിയിപ്പൊ അത് വേണ്ടല്ലോ. കുഞ്ഞല്ലേ ശാരദാമ്മേ? പിന്നെ കുഞ്ഞ് പയറൊടിക്കുന്നതല്ലേ വലിയ അധ്വാനം. എക്സാം കഴിഞ്ഞാലും എനിക്ക് അടുത്ത സെമസ്റ്ററിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഈ അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ശാന്തേച്ചി. പിന്നെ ശാരദാമ്മേ, ആ, മോള് പറയുന്നതും കൂടെ ഒന്ന് കേക്ക്. ശാലിനി മോളെ പോലെ ശ്യാമ മോള് ഒരു കരപറ്റണ്ടേ? പഠിക്കണ്ടെന്നല്ല ശാന്തേ ഞാൻ പറഞ്ഞത്. ഇവളുടെ പ്രായത്തിൽ ഞാൻ എല്ലാ അടുക്കള ജോലിയും പഠിച്ചു. നാളെ വേറൊരു വീട്ടിൽ ചെന്ന് കേറേണ്ട പെണ്ണല്ലേ ഇവള്. ശരി ശരി, തർക്കം വേണ്ട. രാത്രി പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരുക്കി കൊണ്ടുവരാം പയറ്. ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ ഹോട്ടലിൽ വിളമ്പാം. ശരി. അമ്മേ, വാതിലൊക്കെ അടച്ചോ? എന്നാതെ അതൊക്കെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്ക്. ശരി അമ്മ. ഇനി എന്താ അമ്മേ? ദാ ഇതും കൂടെ കൊണ്ടുവയ്ക്ക്. ആ ശരി. ചൂട് എല്ലാവർക്കും ഉണ്ട്. ദേ പത്രത്തിൽ കിടക്കുന്നു 40 ഡിഗ്രി കൂടുതൽ കടന്നു.
നമുക്കൊരു AC വാങ്ങുന്നതിനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കണം കൃഷ്ണകുടി ചേട്ടാ. ഏസിയോ? എന്താ കൃഷ്ണകുടി ചേട്ടൻ കേട്ടിട്ടില്ലേ AC എന്നൊന്നും? ആ കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട്. എടി ഒരു ഏസിക്ക് എത്ര വിലയെന്ന് അറിയോ നിനക്ക്? എങ്ങനെയെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു വെക്കാന്ന് വെച്ചാ മാസാമാസം അത് കറണ്ട് എത്ര തിന്ന് തീർക്കാന്ന് അറിയോ നിനക്ക്? അതിനുള്ള വരുമാനം ഇപ്പൊ നമുക്കില്ല കൃഷ്ണകുടി ചേട്ടാ. എടി രാജീവിന്റെ ശമ്പളം കൊണ്ട്. രാജീവിന്റെ ശമ്പളം അവിടെ ഇരുന്നോട്ടെ. ശാരിക ഉണ്ടാക്കുന്ന പൈസയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്ന് കുറച്ച് വരുമാനം വരുന്നുണ്ടെന്നുള്ളത് ശരിയാ. മഴ വന്നാലേ അതും വെള്ളത്തിലാ. ഒരു വലിയ ഓർഡർ കിട്ടിയാ കോഴിക്കൂടിന്റെ അത്രയും വലിപ്പമുള്ള നമ്മളെ അടുക്കളയിൽ വെച്ച് അത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ആരാത്? ഓർഡർ തരാൻ ആരെങ്കിലും ആയിരിക്കൂടി. ഇയാളോ? ഇയാളോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ. നല്ല രണ്ടെണ്ണം പറഞ്ഞു കൊടുക്ക കൃഷ്ണകുടി ചേട്ടാ. അല്ല ആരിത്? ഗോപാലകൃഷ്ണോ? വരണം. ശാരിക മോളെ, ദേ അച്ഛ വന്നിരിക്കുന്നു. മോനിന്ന് കോളേജില്ലേ? അതിനുള്ള സമയാവുന്നല്ലേ ഉള്ളൂ. അച്ഛാ, അച്ഛാ, അല്ല വിശേഷിച്ചെന്തെങ്കിലും? അങ്ങനെ വിശേഷിച്ചൊന്നും വേണമെന്നില്ല. ശാരികയെ കാണാൻ ഗോപാലകൃഷ്ണന് ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. അച്ഛാ, ഞാൻ ചായ എടുക്കട്ടെ? അവിടെ നിൽക്കേ, ഞാൻ കൂടി വരാം. എനിക്ക് നിങ്ങളുടെ അടുക്കളയൊക്കെ കാണണം. വാ നോക്കാം. ഞങ്ങള് വലിയ പണക്കാരൊന്നും അല്ല. പിന്നെ ഒരു മകനുള്ളത് കല്യാണം കഴിച്ചതാണെങ്കിൽ നമുക്ക് ഇതിനോട് ചേർന്ന് 2 മുറി പിടിക്കാം. അല്ല ഗോപാലകൃഷ്ണ, മനസ്സിലായില്ല. ശാരിക ഇപ്പൊ ഇവിടെ ഒരു മെസ്സ് തുടങ്ങിയിരിക്കുകയാണല്ലോ. കുറച്ച് വലിയ ഓർഡർ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി സൗകര്യം വേണ്ടേ? അല്ലെ, ഈ മുറി പിടിക്കാൻ ഞങ്ങളിവിടെ സ്ഥിരതാമസമല്ല, വാടകയ്ക്കാ. നമുക്ക് വീട്ടുടമസ്ഥനോട് ചോദിക്കാം. അയാൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. വേറൊരു വാടകക്കാർ വന്നാലും കൂടുതൽ വാടക ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോ അങ്ങനെയൊന്നും ആലോചിക്കരുത്. ഒരു കടമുറി പണിയണമെങ്കിലും വാടകയ്ക്ക് എടുക്കണമെങ്കിലും പണം മുടക്കണമല്ലോ. ശാരികയ്ക്ക് സമയം പോകാനൊരു മെസ്സ് തുടങ്ങിയെന്നല്ലാതെ അത് കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അല്ല ഗോപാലകൃഷ്ണ, അങ്ങനെ വെറുതെ മുടക്കാൻ ഇവിടെ പണമൊട്ടില്ല താനും. ഏതായാലും ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതല്ലേ. അതിന് നിങ്ങൾ പണം മുടക്കണമെന്ന് ആര് പറഞ്ഞു? ഇതിന് പണം മുടക്കുന്നത് ഞാനാ. പിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതിനെ പറ്റിയൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. വേണ്ടി വന്ന നമുക്ക് ഈ ഭൂമിയും വീടൊക്കെ അങ്ങോട്ട് മേടിക്കാം. വിജയ, ഇവര് രണ്ടാളും ഒരു ജീവിതം തുടങ്ങിയല്ലേ. ഇനി കുറച്ചുകൂടി വലിയ സ്വപ്നങ്ങളൊക്കെ കാണണം. അല്ല, അതിനിങ്ങനെ
ശാരദാമ്മ പോയിട്ട് കാണുന്നില്ലല്ലോ ശങ്കര. അച്ചാറെടുക്കാൻ പോയതല്ലേ, ഇപ്പൊ വരും. ആ, എത്രയായി മോളെ? 50. മോളെ അയ്യോ, ശാരദാമ്മയ്ക്ക് എന്ത് പറ്റി? അയ്യോ നോക്ക് ശങ്കര. ശാരദാമ്മേ, അമ്മേ. സത്യം എന്നാലും കഷ്ടമായി പോയി കേട്ടോ. ആ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ? പാമ്പ് പണി നടത്തിയ ചേച്ചി. കൊത്തി ശാരദയ്ക്കോ അതോ ശ്യാമയ്ക്കോ? ശാരദാമ്മയ്ക്ക് തന്നെ. എന്നിട്ട് അവള് ചത്തോ അതോ ചാവാൻ കിടക്കുന്നു? കുളത്തൂർ മനയിലേക്ക് കൊണ്ടുപോകുന്നാ പറഞ്ഞത്. എവിടേക്ക്? കുളത്തൂർ മന. കുളത്തൂർ മനയോ? അത് അപകടമാണല്ലോ. എന്താ ചേച്ചി? എടാ, ജീവന്റെ ഒരു സ്പന്ദനമെങ്കിലും ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ പ്രാണനെ പിടിച്ചുകൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ആളാ കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കിയിരുന്ന വിഷഹാരികളുടെ പരമ്പരയിലെ അവസാന കണ്ണി. കുഴപ്പമാവോ ചേച്ചി? കുഴപ്പം തന്നെയാ ബാല. വിഷം തീണ്ടി ഒരാൾ എത്തുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്ന് മണത്തറിയും അനന്തൻ തിരുമേനി. അയാൾക്ക് ആയുസ് അവശേഷിച്ചിട്ടുണ്ടോന്നും തിരുമേനിക്കറിയാം. അനന്തൻ തിരുമേനി കൈവിട്ടാൽ അനന്തശയനത്തിലുള്ള സാക്ഷാൽ ശ്രീപത്മനാഭന് പോലും രക്ഷിക്കാൻ സാധിക്കില്ലെന്ന പറഞ്ഞു പഴകിയ ചൊല്ല്. അപ്പോ അയാളുടെ നാവിൻ തുമ്പിൽ അറിയാം ശാരദയുടെ വിധി എന്താണെന്ന്. കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി. രാജേന്ദ്ര, കിഴക്ക് ദേശത്തുനിന്ന് ഒരു സ്ത്രീ വിഷം തീണ്ടി എത്താനുണ്ട്. എന്നാ ശുശ്രൂഷയ്ക്കുള്ള അറയൊരുക്കട്ടെ തിരുമേനി. ആവശ്യം വരില്ല. അവൾക്ക് ഇന്നലെ രാത്രി ഒരു പനിയാശായിരുന്നു. ഉറക്കത്തിൽ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. അയ്യോ പാമാൻറ്റി, അത്രയ്ക്കൊന്നും വേണ്ട. ടാബ്ലറ്റ് കഴിച്ച് പാതി മയക്കത്തിലാവണം. ഇനി അത് ശല്യപ്പെടുത്താതിരുന്നാ മതി. അടിപൊളി. അപ്പൊ ദൈവമുണ്ട്, വെറുതെ അല്ല പനി വന്ന് ഈ തള്ളയുടെ തലക്കടിച്ചത്. അച്ഛാ, സുസ്മിതയ്ക്ക് ഇന്നായിരുന്നു വനമൂർത്തി ക്ഷേത്രത്തിലെ ഭജന ഇരിക്കേണ്ടത്. സത്യാമ്മ കൂടെ പോവാന്ന് പറഞ്ഞേ. അതിപ്പോ പിന്നീടാണെങ്കിൽ ആവാലോ അല്ലേ അങ്കിൾ? അത് പറ്റില്ലല്ലോ സുസ്മിതേ. എന്താ? അല്ല, നിന്നെ കയറൂരി വിട്ട കാളയെ പോലെ മറ്റുള്ളവരുടെ മേൽ കരുനിഴലായി ഇങ്ങനെ വീഴാൻ എനിക്ക് വിസമ്മതമുണ്ടെന്നേ. ഭാമിക്ക് വരും, ശാലിനി വരും നിന്റെ കൂടെ വനമൂർത്തി ക്ഷേത്രത്തിലേക്ക്. നിങ്ങളെ കൊണ്ട് അയക്കാൻ വിഷ്ണുവും വരും. അല്ല, ഭജനയോ ഭാഗവത പാരായണമോ
എന്തായാലും പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. ഭാമാൻഡി ഭാമാനി തന്നെയായി പറഞ്ഞത്, മനസ്സിലായോ? എന്റെ ഈശ്വര, എങ്ങനെ രക്ഷപ്പെടും? സുസ്മിത വാ, വന്നേ, റെഡിയാവാൻ നോക്ക്. വാ ചെല്ല് ചെല്ല് ചെല്ല്, പോ പോയിക്കോ. വാ സുസ്മിതേ. കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉപവാസം. കണ്ണടച്ച് വനമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഉപവാസം. ധ്യാനത്തിൽ നിന്ന് ഉണരാനോ ഒരു വാക്കുരിയാടാനോ പാടില്ല. അല്ല, അതിന് ഉരിയാടാൻ പാടില്ലെന്ന് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ സുസ്മിതേ? ഒരു പകൽ നേരത്തെങ്കിലും 6 അടി നീളമുള്ള നിന്റെ നാവെടുത്ത് വായിലിട്. അതിനും വേണ്ടേ ഇത്തിരി റെസ്റ്റ്. ഈ ഉപവാസം എന്ന് പറഞ്ഞാ അതിന്റെ നടപടികൾ എങ്ങനെയാ തിരുമേനി? ചിക്കനും മട്ടനും ഒക്കെ ആയിട്ട് 2 പെട്ടി ഓട്ടോയ്ക്കുള്ള ജങ്ക് ഫുഡ്സ് തട്ടേണ്ട സമയം കഴിഞ്ഞു അവൾക്ക്. വനമൂർത്തിയെ മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ. വിശപ്പുണ്ടാവില്ല. തുളസിയിലയും വനത്തിലൂടെ ഒഴുകുന്ന പൂന്തേനരുവിയിൽ നിന്നുള്ള തീർത്ഥവും ആവാം. ഇതിൽ ശേഖരിക്കാൻ തീർത്ഥം. അവിടെ പോയി ഉപവാസം ഇരിക്കാം. വരൂ. അതിലേ കയറി ഇങ്ങോട്ടിരുന്നോളൂ. സുസ്മിതേ, സുസ്മിതേ, സുസ്മിതേ. കുട്ടി എന്താ ഈ കാണിക്കണത്? വനമൂർത്തി ക്ഷേത്രത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോ ഉണർത്താൻ പാടില്ല. പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. കുടുംബത്തിൽ ഒരാൾക്ക് ജീവഹാനി വരെ ഉണ്ടാകാം. പക്ഷെ ഇതൊരു അത്യാവശ്യ കാര്യ തിരുമേനി. എന്താ? എന്റെ അമ്മയ്ക്ക് വിഷം തീണ്ടി. എനിക്ക് ഉടനെ പോയേ പറ്റൂ. എന്റെ ധ്യാനവും പ്രാർത്ഥനയൊക്കെ സഫലമായിടി. എനിക്ക് മണവാളനെ കിട്ടാനല്ല, നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇടിവെട്ടാനും പാമ്പ് കടിക്കാനും ഒക്കെ ആയിരുന്നു എന്റെ പ്രാർത്ഥന. ഇനി നിന്റെ അമ്മയെ ചത്ത് മേലോട്ടെടുക്കാൻ ഞാൻ ഈ ഉപവാസം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. വനമൂർത്തി ക്ഷേത്രത്തില് ഉപവാസത്തിലിരിക്കുമ്പോ വിഘ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. കുട്ടിയുടെ അമ്മയ്ക്കല്ലേ വിഷം തീണ്ടിയത്? കുട്ടി പൊക്കോളൂ. ഈ കുട്ടിയെപ്പറ്റി ആശങ്ക വേണ്ട. വനമൂർത്തി ക്ഷേത്രത്തില് ഉപവാസത്തിലിരിക്കുന്നവരുടെ സുരക്ഷാ ചുമതല ക്ഷേത്ര ട്രസ്റ്റിന്റേതാണ്. സുരക്ഷിതമായി വീട്ടിലെത്താൻ വനമൂർത്തി തന്നെ സഹായിക്കും. തീർത്ഥവും തുളസിയിലേയും അതൊക്കെ ഞാൻ കൊടുത്തോളാം. കുട്ടി പൊക്കോളൂ. പോടി, എവിടെയും പോയി തൊലേ. കാട്ടിലെ ആനയുടെയോ പുലിയുടെയോ വായിലേക്ക് ചെന്ന് ചാട്. പൊക്കോളൂ. ഇപ്പൊ പറയണ്ടല്ലേ? എടി, അവളുടെ അമ്മയെ പാമ്പ് കടിച്ചെങ്കിലേ നോക്കാൻ അവിടെ വൈദ്യരുണ്ട്, അറിയാമോ? മൃതസഞ്ജീവനിയുള്ള മരുത്വാമലയായിട്ട് അങ്ങോട്ട് പറന്നു ചെല്ലാൻ എവളാരാ? ഹനുമാനോ? എന്നാലും കരിമണി മാലയുടെ കാര്യം നീ അങ്ങ് മറക്കേണ്ടി വരും.
കൃഷ്ണൻകുട്ടി ചേട്ടനാ ഫോണിങ് തന്നെ വിജയേ ഇങ്ങ് തരാ വലിയ സഹതാപൊന്നും കാണിക്കല്ലേ വിജയേ. അത് ഞാനേ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക കൃഷ്ണൻകുട്ടി ചേട്ടാ. അല്ലെങ്കിൽ ഇതും പറഞ്ഞ് ആരെങ്കിലും ഇനിയും വിളിക്കും. നിനക്ക് ബുദ്ധിയുണ്ട്. വാ, അവൾ അടുക്കളയിൽ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കാം. വാ. ഈശ്വര, വിഷ്ണുവേട്ടനെ വിളിക്കാൻ ഫോണിലെ ചാർജ് തീർന്നല്ലോ. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ അങ്ങ് ഒരു മനുഷ്യജീവിയെ പോലും കാണാനില്ലല്ലോ. யாரது? അമ്മ, ഇവിടെ എവിടെയെങ്കിലും വണ്ടി കിട്ടാൻ സാധ്യതയുണ്ടോ? പോ അങ്ങ് പോവാ വേണ്ട. അമ്മ, എന്റെ അമ്മയ്ക്ക് പാമ്പ് കടിയേറ്റു. എനിക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അതിനു വേണ്ടിട്ടാ. പോ കടവുളെ, കടവുളെ കാപ്പാത്തുങ്ക. അയ്യാ കാപ്പാത്തുങ്കോ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈശ്വര, എന്തൊരു നാടായത്. ആലോചിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്തണം. കുറച്ച് പഴയതാണെങ്കിലും നിലവിലൊരു വീട് അവിടെയുണ്ട്. അതിന്റെ ചായപ്പിനോട് ചേർന്ന് 2 മുറി പിടിച്ചു കൊടുക്കേ വേണ്ടൂ. രാമഭദ്രൻ നമ്മുടെ കൈക്കകത്തൊതുങ്ങുന്ന റേറ്റ് പറയണം. അല്ല, ഇത് ഏത് വീടാന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കല്ല, എന്റെ മോക്കാണോടോ. മോളെന്ന് പറഞ്ഞ ശാരിക, ശാരദയുടെ മോള്. മനസ്സിലായി. അവളുടെ വീട്ടിലിപ്പോ ചെറിയ രീതിയിൽ ഒരു മെസ്സ് തുടങ്ങിയിട്ടുണ്ട്. വലിയ ഓർഡറുകൾ എടുക്കുമ്പോ സ്ഥല സൗകര്യം ഒരു പ്രശ്നമാണല്ലോ. അച്ഛന്റെ മോളല്ലേ, ബിസിനസ്സിൽ നഷ്ടം വരില്ല. ഗോപാലേട്ടന്റെ കുടുംബകാര്യമല്ലേ. നിലവിലുള്ള മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഒരു 10 രൂപ കുറച്ച് ഞാനിടും. പിന്നെ സിമെന്റും മണലും കമ്പിയൊക്കെ ഞാൻ എത്തിച്ചോളാം. സാറേ, സാർ. ആരാ? മനസ്സിലായില്ല. ഞാൻ ശാരദാമ്മയുടെ ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്ന. സാർ, ശാരദാമ്മയ്ക്ക്. ശാരദയ്ക്ക്? ശാരദയ്ക്ക് എന്താ? ശാരദാമ്മയ്ക്ക് പാമ്പ് കടിയേറ്റു സാർ. കുളത്തൂർ മനയിൽ ചികിത്സയില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിവരം അറിയിക്കാൻ പറഞ്ഞു തിരുമേനി. സാർ, ഒന്നുമില്ല, നീ വയ്ക്കാം. വല്ലേച്ചി. ശ്യാമേ, വല്ലേച്ചി, എന്താടി? മോളെ, എടി, എന്താ കാര്യമെന്ന് പറ. അമ്മയ്ക്ക് ഒന്നും പറയാറായിട്ടില്ല. പ്രതീക്ഷ തീരെ കുറവാന്ന തിരുമേനി പറയുന്നത്. ശാരികയോട് പറഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല. ശ്യാമ വിളിച്ചിരുന്നു. എത്താൻ വയ്യപ്പോ എന്താ നടന്നതെന്ന് ഊഹിച്ച് ഞാൻ രാജീവിനെ വിളിക്കുകയായിരുന്നു. വിവരമറിഞ്ഞാൽ എന്തുപേക്ഷിച്ചും പാഞ്ഞെത്തും ശാരിക. അത്രയ്ക്ക് സ്നേഹോ ശാരികയ്ക്ക് ശാരദാമ്മയോട്. ഞാനറിയാം, വൈകിപ്പോയി മോളെ.
പുറത്തൂടെ അല്ലട കുറുപ്പ് സാറേ. ശരിക്കും സാറേ കുറുപ്പ് സാറേ, ശാരദാമ്മയ്ക്ക് മാറ്റമൊന്നുമില്ല. ആളെ കണ്ടിരുന്നോ? കണ്ടു, വിവരം പറയുകയും ചെയ്തു. വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല. ഈ ഒരു സന്ദർഭത്തിൽ ആളുകൾ അഭിമുഖീകരിക്കാൻ മടിയുണ്ടാവും. ഇവരുടെ ശാരദയുടെ ഭർത്താവാ ഞാൻ, ഗോപാലകൃഷ്ണൻ. വേണ്ടപ്പെട്ടവര് ചികിത്സാ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. കുളത്തൂർ മനയിലെ വിഷഹാരികൾ തലമുറകളായി മരണസമയത്ത് അനന്തരാവകാശിക്ക് വാമൊഴിയായി പറഞ്ഞുകൊടുക്കുന്ന അതീവ രഹസ്യമായ മരുന്നുകൂട്ട ഇപ്പോ മുറിപ്പാടിൽ വച്ചിരിക്കുന്നത്. എന്റെ അനുഭവജ്ഞാനത്തിലും പരിചയത്തിലും ഇന്നോളം അത് ഫലം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആയുസറ്റവരെ ചികിത്സയ്ക്കെടുക്കരുതെന്ന മുൻഗാമികൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ മകളുടെ കണ്ണീരിനു മുന്നിൽ തോറ്റുപോയി ഞാൻ. ചികിത്സയ്ക്കെടുത്ത ശേഷം ആള് മരിച്ചുപോയാൽ അത് കുളത്തൂർ മനയ്ക്ക് തീരാ കളങ്കമാകും. ഇന്നോളം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ മുൻഗാമികളായ വിഷഹാരികളുടെ പേരിനു കൂടി കളങ്കമായി തീരും ഞാൻ. അതുകൊണ്ട് ഒരറ്റകൈ പ്രയോഗത്തിനൊരുങ്ങുകയാ ഞാൻ. പക്ഷേ ഗോപാലകൃഷ്ണൻ എനിക്കൊരു വാക്ക് തരണം. തിരുമേനി പറഞ്ഞോളൂ. ആളെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ മറ്റെവിടെ കൊണ്ടുപോയാലും ജീവൻ തിരിച്ചു കിട്ടാൻ ഇത്ര പോലും സാധ്യതയില്ല. ഇപ്പോൾ ഞാൻ നടത്താൻ പോകുന്നത് വിഷക്കല്ല് ചികിത്സയാ. തിരുവേനി, അതേ രാജേന്ദ്ര, അത് ചെയ്തേ തീരൂ. പൗരാണിക ഗ്രന്ഥങ്ങളിലും താളിയോലകളിലും വായിച്ചു മാത്രം പരിചയമുള്ള ചികിത്സാരീതി. കടിയേറ്റ ഭാഗത്ത് ഒരു കല്ല് വെക്കും. കാന്തം പോലെ അത് മുറിപ്പാടിൽ ഒട്ടിപ്പിടിക്കും. വിഷം മുഴുവൻ കല്ല് വലിച്ചെടുക്കും. വിഷം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കല്ല് താഴേക്ക് വീഴും. പ്രാണൻ മടക്കി കിട്ടും. പക്ഷേ ഈ ചികിത്സ തുടങ്ങി മുഴുമിക്കാനായില്ലെങ്കിൽ അത് വിഷകാരിക്ക് പ്രതികൂലമായി ബാധിക്കും. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുക എന്നൊക്കെ പറയില്ലേ? അതുപോലെ നാഗശാപം കൊണ്ട് തൊഴുത്തിലെ പയ്യ് നിന്ന നിപ്പിൽ വീണ് ചത്തത് മുതൽ വിഷകാരിയുടെ കുടുംബം അന്യം നിന്ന് പോയ സംഭവം വരെയുണ്ട്. ചികിത്സ മുഴുമിക്കാൻ സാധിക്കുമെന്ന് ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടണം. തിരുമേനി ധൈര്യമായിട്ട് ചെയ്തോളൂ. ചികിത്സ മുഴുമിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഓ, ഇനിയെങ്കിലും ശാരദയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ശരി, അതിങ്ങെടുത്തുകൊണ്ടുവരും. ആ